ടി മോഹൻലാൽ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒന്നിക്കുന്ന മഹേഷ് നാരായണൻ സിനിമ ആ സിനിമയുടെ ടീസർ പുറത്തു വന്നിരിക്കുകയാണ്. നമസ്കാരം, എൻ്റെ പേര് വിഷ്ണു. എൻ്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. പാട്രിയോട്ട് എന്ന സിനിമ, ആ സിനിമയുടെ ടീസറാണ് പുറത്തു വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആൻഡ് ഈ സിനിമയുടെ അനൗൺസ്മെൻറ്റ് വന്ന സമയത്ത് തന്നെ സിനിമയ്ക്ക് ഒരു ഹൈപ്പ് ഉണ്ടായിരുന്നു. കാരണം സിനിമയുടെ കാസ്റ്റിംഗ്, പടത്തിൻ്റെ ഡയറക്ടർ, പടത്തിൻ്റെ മ്യൂസിക് ഡയറക്ടർ, ഇതേ ഒരു കാര്യത്തിലൊക്കെ തന്നെ നോക്കുകയാണെങ്കിൽ ആ പടത്തിൻ്റെ വലിപ്പം നമ്മൾ മനസ്സിലാക്കി. ഏകദേശം 100 കോടിയുടെ ബഡ്ജറ്റ് അടുത്ത് വരുന്ന ഒരു സിനിമ തന്നെയാണ്. മലയാളത്തിലൊരു ഹ്യൂജ് പ്രോജക്റ്റാണ്, വളരെ പ്രതീക്ഷയുള്ള ഒരു പ്രോജക്റ്റാണ്. നമ്മളെ ബിഗ് ഹംസ്. യെസ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഈ പടത്തിൻ്റെ പേര് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ഈ പടത്തിൻ്റെ പേര് തന്നെ MMM എന്നായിരുന്നു. മോഹൻലാൽ, മമ്മൂട്ടി, മഹേഷ് നാരായണൻ. സോ മഹേഷ് നാരായണൻ സിനിമകൾ അതിനൊരു സെപ്പറേറ്റ് ഫാൻ ബേസ് ഉണ്ട് എന്ന് തന്നെ പറയാൻ പറ്റും. സോ ഈ ഒരു സിനിമയിലേക്ക് വരികയാണെങ്കിൽ ഈ ഒരു സിനിമയുടെ പേര് ആദ്യം അനൗൺസ് ചെയ്യുന്നത് മോഹൻലാൽ തന്നെയാണ്. പാട്രിയോട്ട് എന്നുള്ള പേര് അനൗൺസ് ചെയ്ത് മോഹൻലാലായിരുന്നു, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ ഈ പടം നടക്കുന്ന സമയത്ത് മോഹൻലാൽ ഈ സിനിമയ്ക്ക് ഒരു ഗസ്റ്റ് അപ്പിയറൻസ് എന്നാണ് പറഞ്ഞിരുന്നത്. പിന്നെ അദ്ദേഹം ഈ സിനിമയ്ക്ക് ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് റോൾ ചെയ്യുന്നു എന്ന് മനസ്സിലാവുന്നു. എനിക്ക് ഏകദേശം 17-18 വർഷങ്ങൾക്ക് ശേഷമാണ് മോഹൻലാൽ മമ്മൂട്ടിയും ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ടുള്ള ഒരു റോളിലേക്ക് തിരിച്ചു വരുന്നത്. അതായത് ഒരു സിനിമയ്ക്കകത്ത് ഒരു എന്താ പറയുക, ഒരു ഗസ്റ്റ് റോളൊന്നും അല്ലാതെ 2 ഇമ്പോർട്ടൻറ്റ് കഥാപാത്രം പ്ലേ ചെയ്യുന്നത് 17 വർഷങ്ങൾക്കാണ് തോന്നുന്നു. 2008 വന്ന 2020 ഇവർ അവസാനമായിട്ടൊരു ഫുൾ ഫ്ലെഡ്ജ്ഡ്, അതായത് 2 പേർക്ക് പ്രാധാന്യമുള്ള കഥാപാത്രങ്ങൾ ഇവർ ചെയ്യുന്നത്. ഇത് 18 വർഷങ്ങൾക്ക് ശേഷമാണ്. അതിനുശേഷം നോക്കുകയാണെങ്കിൽ കടൽ കടന്നൊരു മാത്തുക്കുട്ടി സിനിമയ്ക്കകത്ത് മോഹൻലാൽ ചെറിയൊരു ഗസ്റ്റ് അപ്പിയറൻസ് നടത്തിയിട്ടുണ്ടാവും. മോഹൻലാലായിട്ട് 2-3 മിനിറ്റിൻ്റെ അകത്ത് ചെറിയൊരു സീനായിരിക്കും വന്നിട്ടുണ്ടാവും. സോ ഈ ഒരു സിനിമയിലേക്ക് വരികയാണെങ്കിൽ പാട്രിയോട്ട്, ഈ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് വളരെ വലിയൊരു ഹൈപ്പ് ഉണ്ടായിരുന്നു. ഈ സിനിമയുടെ പേര്, അതുപോലെ തന്നെ ഇവരൊന്നിക്കുന്നു. ആൻഡ് സിനിമയുടെ നോക്കുകയാണെങ്കിൽ കാസ്റ്റിംഗ്, നയൻതാര, കുഞ്ചാക്കോ ബോബൻ, ഫഹദ് ഫാസിൽ, രേവതി ഒക്കെയാണെങ്കിൽ വളരെ വലിയൊരു കാസ്റ്റിംഗ്, അതായത് എന്താ പറയുക, ഒരു ഡ്രീം കാസ്റ്റിംഗ് ഒക്കെ പറയുന്ന ആ ഒരു കാസ്റ്റിംഗ് സിനിമയ്ക്ക് നടന്നിട്ടുണ്ട്. സോ സിനിമയുടെ ടീസർ വന്നപ്പോഴത്തേക്കും 2 ചേരിയായിട്ട് ആൾക്കാർ തിരികുകയാണ്. ആൻഡ് ചിലർക്ക് ടീസർ കൊള്ളാം, ഇഷ്ടപ്പെട്ടു, ചിലർക്ക് ആവറേജ് ആണ്, ചിലർക്ക് ഒട്ടും കൊള്ളത്തില്ല എന്ന തരത്തിലാണ് ഇപ്പോൾ ഈ ടീസർ പുറത്തു വന്നപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സോ ഇതൊരു എന്താ പറയുക, ഒരു ക്യൂരിയസ് ആയിട്ടുള്ള, എനിക്ക് ആക്ച്വലി ട്രെയിലർ ഇഷ്ടപ്പെട്ടു. ഒരു മഹേഷ് നാരായണൻ ചിത്രം എനിക്ക് ഭയങ്കര ഒരു മാസ് മസാല എൻ്റർടൈൻമെൻറ്റ് പ്രതീക്ഷിക്കാൻ പാടില്ല. കാരണം അദ്ദേഹം അങ്ങനെ സിനിമ എടുക്കുന്ന ഒരു ഡയറക്ടറും അല്ല. അദ്ദേഹത്തെ സിനിമകൾ ഫോളോ ചെയ്യുന്നവർക്ക് എല്ലാവർക്കും അറിയാം കാര്യം. സോ ഈ സിനിമയിലേക്ക് വരികയാണെങ്കിൽ, ടീസറിൽ നമുക്ക് വരികയാണെങ്കിൽ മനസ്സിലാവുന്ന കാര്യം, മോഹൻലാലും മമ്മൂട്ടിയും ഇവർ 2 പേരും നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ ഡിഫൻസ് ഫോഴ്സിൽ അല്ലെങ്കിൽ ഇന്ത്യൻ ആർമിയിൽ വളരെ വലിയ എന്താ പറയുക പൊസിഷനിലിരുന്ന 2 വ്യക്തികളാണ് എന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഇതിൽ മോഹൻലാലിൻ്റെ പേര് നോക്കുകയാണെങ്കിൽ കേണൽ റഹീം നായക് എന്നും മമ്മൂട്ടിയുടെ പേര് ഡോക്ടർ ഡാനിയൽ ജെയിംസ് എന്നുമാണ്. ആൻഡ് എന്തോ ഒരു കോൺസ്പിറസിക്കെതിരെ ഇവർ എന്താ പറയുക വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒന്നിച്ച് അത് അന്വേഷിക്കുന്നത് പോലെ ആയിരിക്കാം ഈ സിനിമ. ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ ആയിരിക്കാൻ ചാൻസ് വളരെ വളരെ കൂടുതലാണ്. ആൻഡ് ടീസർ നോക്കുകയാണെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ട്. ആൻഡ് ഒരുപാട് എന്താ പറയുക ആക്ഷൻ സീക്വൻസും ടീസറിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ ഫഹദ് ഫാസിൽ പറയുന്ന ഡയലോഗുണ്ട്, ഇവർ 2 പേരുമാണ് ഈ രാജ്യത്തിനാൾ കൺട്രോൾ ചെയ്തതെന്നതും ആൻഡ് ഇവർ ഒന്നിച്ചാൽ എന്ത് സംഭവിക്കുന്നുള്ളതും ആക്ച്വലി ഒരു എന്താ പറയുക ഒരു 4th വാൾ ബ്രേക്കിംഗ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മോഹൻലാൽ മമ്മൂട്ടിയും ഒരു സിനിമയിൽ ഒന്നിച്ച് വരിക എന്ന് പറയുന്നത് മലയാളികൾക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ്. ഫാൻ ഫൈറ്റും കാര്യങ്ങളൊക്കെ പുറത്ത് നടക്കുന്നുണ്ടെങ്കിലും ഇതൊന്നും വലിയ കാര്യമല്ല. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം ഇവർ 2 മലയാള സിനിമയിലെ, ഇന്ത്യൻ സിനിമയിലെ 2 ഗ്രേറ്റസ്റ്റ് ആക്ടേഴ്സ് ആണെന്നുള്ളത്. ആൻഡ് ആ ഒരു അങ്ങനെ നിൽക്കുമ്പോൾ ഇവർ എന്താ പറയുക സ്ക്രീനിലേക്ക് ഇവരെ കാണാൻ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം കൂടിയാണ്. സോ നിങ്ങളെന്താണ് ഈ ടീസറിനെ കുറിച്ച് വിചാരിക്കുന്നത്? നിങ്ങൾക്ക് ടീസർ ഇഷ്ടപ്പെട്ടോ എന്നുള്ള കാര്യം തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യാം. മറ്റൊരു ദിവസം മറ്റൊരു കാണാം. അതുവരേക്കും ബൈ.